നമസ്കാരം. ലിസിയസ് ജേണലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ കണ്ട തുർക്കിയുടെ 5ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുന്നു. പെർഗമോസ് ആണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പെർഗമോസ്, അതായത് അക്രോപോലിസിലെ പെർഗമോസിൻ്റെ പഴയ സ്മാരകങ്ങളിൽ നിന്ന് ഇറങ്ങി നമ്മൾ റെഡ് ബസിലിക്കയിലേക്ക് കടക്കുന്നു. റെഡ് ബസിലിക്കയുടെ അടുത്തുനിന്ന് പറിച്ച മൾബറി കായാണിത് കേട്ടോ, വലിയ കായ. റെഡ് ബസിലിക്കയിലോട്ട് കടക്കുന്നതിന് മുമ്പായി കാണുന്ന സെറാപ്പീം ദേവതയുടെ പിക്ചറാണിത്. സ്വയം എടുക്കുന്ന വീഡിയോ ആയതിനാൽ ഞാൻ പലപ്പോഴും ഇതിൽ കാണാറില്ല, അതുകൊണ്ടൊരു ചെറിയ ശ്രമം നടത്തിയതാണ്. ദ റെഡ് ബസിലിക്ക, ഓൾസോ നോൺ ആസ് ദ റെഡ് ഹാൾ ഓർ കിസിൽ അവ്ലുയി, is a remarkable ancient structure located in the modern day city of Bergama, Turkey. ബർഗമ എന്ന് പറയുന്നത് നമ്മൾ പെർഗമോസ് എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതിൽ നിന്ന് അധികം വിദൂരമല്ല ഇത്. ഈ സമുച്ചയം ഈജിപ്ഷ്യൻ ദേവന്മാരായ സെറാപ്പീസ്, ഐസിസ്, ഹാർപ്പക്രേറ്റ്സ് എന്നിവർക്കായി നിർമ്മിച്ച ഒരു മഹത്തായ ക്ഷേത്രമായിരുന്നു. നിർമ്മാണത്തിന് ഉപയോഗിച്ച ചുവപ്പ് കട്ട, അതായത് നമ്മൾ നേരെ കാണുമ്പം അത് ഓട്ട് കഷണമാണെന്ന് തോന്നിക്കും. അപ്പോൾ അതുകൊണ്ടാണ് റെഡ് ബസിലിക്ക എന്ന് പേര് വന്നത്. ഇതിൻ്റെ ഉൾവശം ഒരു വലിയ ഹാളാണ്. അതിനോട് ചേർന്ന് 2 ഡ്രം ആകൃതിയിലുള്ള 2 റോട്ടുണ്ടകൾ, ROTUNDA എന്നതിന് പറയുന്ന റോട്ടുണ്ടകളും ഉണ്ട്. അതിലൊന്ന് ഇപ്പോഴും അവർ മോസ്കായിട്ട് നിലകൊള്ളുന്നു, മറ്റൊന്നിൽ ഞങ്ങൾ കയറി കാണുകയുണ്ടായി. ക്ഷേത്രത്തിന് കീഴിലുള്ള 2 ചാനലുകളിലൂടെ നദിയെ കടത്തിവിടുന്നതിന് പെർഗമോസ് ബ്രിഡ്ജ്, അതായത് സെലനിസ് നദിയുടെ മുകളിലൂടെ നിർമ്മിച്ചിട്ടുണ്ട്. പ്രധാന ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും താഴെയും അഴുക്ക് ചാലുകളും ജലാശയ തടങ്ങളും സ്ഥിതി ചെയ്യുന്നു. അതുപോലെ റെഡ് ബസിലിക്കയുടെ കീഴിൽ തുരങ്കങ്ങളും അറകളും സ്വകാര്യ ആവശ്യത്തിനായി നിർമ്മിച്ചിട്ടുണ്ട്. ദൈവമേ, ഇതിൻ്റെ ഫ്രണ്ട് വശം ഒന്ന് ഫോട്ടോ എടുക്കാൻ, അതായത് ഒന്ന് വീഡിയോ എടുക്കാൻ ഞാൻ പെട്ട പാട്. ഭയങ്കര പൊക്കമാണത്. ഒത്തിരിയും ദൂരെ നിന്ന് മാറി നിന്നാൽ അതിൻ്റെ ടിപ്പ് എന്നാൽ അന്നേരം ആ സൂര്യപ്രകാശം കൂടെ കണ്ണിലോട്ട് അടിച്ചുകൊണ്ട് എനിക്കത് ശരിക്കും ഒന്ന് ഫോക്കസ് ചെയ്യാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ദൂരെ മാറി നിന്ന് എടുക്കാമെന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ, അവിടെ മുഴുവൻ ഇതുപോലെ കാണുന്ന കല്ലുകളും, അതായത് ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളും ഒക്കെയാണ് കിടക്കുന്നത്. ഇത് ഫ്രണ്ട് വശത്തുനിന്ന് നോക്കിയാലേ അതിൻ്റെ വലിപ്പം മനസ്സിലാകത്തുള്ളൂ, സൈഡിൽ കൂടെ നമുക്ക് അതിൻ്റെ പൊക്കമായി കിട്ടത്തുള്ളൂ. റോമക്കാർ ഈ ക്ഷേത്രം വിശുദ്ധ യോഹന്നാന് സമർപ്പിച്ചു. അത് പെർഗമോസ് സഭയായി മാറി. പക്ഷെ പിന്നീടത് നശിപ്പിക്കപ്പെട്ടു. വെറും ഭിത്തികൾ മാത്രമാണ് അവശേഷിക്കുന്നുള്ളെങ്കിലും അതിലുള്ളിൽ കയറിയപ്പോൾ വേറൊരു ഫീലായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം അന്തിപ്പാസിനെ കാണുന്നുണ്ട്. ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ അന്തിപ്പാസിനെ പെർഗമോസ് സഭയുടെ ബിഷപ്പാക്കുന്നു. എന്നാൽ നീറോ ചക്രവർത്തിയുടെ കാലത്ത്, അതായത് AD 54 മുതൽ 68 വരെയുള്ള സമയത്ത് അന്യദേവന്മാരെ ആരാധിക്കാൻ അന്തിപ്പാസ് വിസമ്മതിച്ചതിനാൽ അദ്ദേഹത്തെ ചുട്ടുകൊന്നതായി ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. ബേൺഡ് ഇൻ എ ബ്രേസൺ ബുൾ ഷേപ്ഡ് ആൾട്ടാർ. ഞങ്ങളിപ്പോൾ വിസിറ്റ് ചെയ്യുന്ന റെഡ് ബസിലിക്കയോട് ചേർന്നുള്ള റോട്ടുണ്ട്. അതിൽ ഒന്ന് ഇപ്പോഴും മോസ്കായിട്ട് നിലകൊള്ളുന്നു എന്ന് പറഞ്ഞല്ലോ, അടുത്തതിലാണ് കയറി കാണുന്നത്. ഇവരുടെ തുരങ്കങ്ങളും മറ്റുമൊക്കെ ഉണ്ടെന്ന് പറയില്ല, അതിലൊന്നാണിത്. രഹസ്യ അറകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണം. ഈ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വീക്ഷിച്ചോ, ഈ കാണുന്നത് മുഴുവൻ പഴയ പ്രതിമകളും കല്ലുകളും ഒക്കെയാണ്. ഇവിടുന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതെല്ലാം അവർ എടുത്ത് മ്യൂസിയം പോലെ അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങോട്ട് നോക്കി, ഇതിന് ആരുടെയോ കാലും കയ്യൊക്കെ, ഇത് ഇത്രയും വലിയ കയ്യോ? റെഡ് ബസിലിക്കയുടെ പുറത്തിറങ്ങിയുള്ള കാഴ്ചകളാണിത്. അവിടെ ഈ മൾബറി ട്രീയും അത്തിമരവും ഒക്കെ കണ്ടു. അപ്പോൾ അതൊന്ന് അടുത്ത് ഫോക്കസ് ചെയ്യാമെന്നും കണ്ട് പോയതാണ്. ഇത് മൾബറി ട്രീയാണ് കാണുന്നത്. ഇനി നമുക്ക് അത്തിയിലേക്കൊന്ന് നോക്കാം. അത്തിമരം നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് മിക്കവാറുമൊക്കെ കാട്ടത്തിയ വേറൊരു ടൈപ്പാണ്, വലിയ ഇലയുമൊക്കെ ആയിട്ട്. ഇത് കണ്ടോ, അത്തിക്കായ, അത് പച്ച അത്തിയാണ്, ഇത് പഴുത്തിട്ടില്ല. ഇവിടെ എവിടെ നോക്കിയാലും ഇവരുടെ ഒലിവ് പോലെ തന്നെ അത്തിയും മിക്കയിടത്തും കാണാം. അപ്പോൾ
അപ്പോൾ ശരിക്കും സക്കായി കയറിയിരുന്ന തീ ഇതുപോലെ ഇത് നിറച്ച് ശിഖരങ്ങളും അറച്ചിതിങ്ങനെ മണ്ടയ്ക്ക് കയറിയിരുന്ന ഒരാൾ ഈ ഇലയുമായി മൂടിക്കിടന്ന് കാണത്തേ ഇല്ല. കണ്ട ആ സൈഡിലോട്ട് നോക്കി, ഭയങ്കര തിക്കല്ലേ അതുപോലെ. ഇത് റെഡ് ബസിലിക്കയുടെ പിൻഭാഗമാണ് ഈ കാണുന്നത്. ആ റൈറ്റ് സൈഡിലുള്ളത് അത് ഇപ്പോൾ അവർ മോസ്കായിട്ട് ഉപയോഗിക്കുന്ന അടുത്ത റൂട്ടുണ്ട്. ഇവിടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. പക്ഷേ കഴിച്ച് ഓടി കൊണ്ട് കഴിച്ചു. നമ്മൾ കണ്ട ഏരിയയാണ് അതും ഇല്ല, ഇത് കണ്ടില്ല, ഇത് കാണാൻ പോകുന്നുള്ളൂ. അങ്ങനെ പെർഗമോസിലെ കാഴ്ചകൾ തീർത്ത ശേഷം 2 മണി കഴിഞ്ഞായിരുന്നു. വിശന്ന് ഓടി വന്ന് ആഹാരം കഴിച്ചു. അപ്പോൾ ഉണ്ടല്ലോ, ഫുഡിൻ്റെ ഒന്നും ഫോട്ടോ അന്നേരം എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്മിർണയിലേക്കുള്ള യാത്ര തിരിച്ചു. അപ്പോൾ അപാര കാഴ്ചകൾ നിങ്ങളൊന്നും വിടാതെ കാണണേ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 7 പള്ളികളിൽ ഒന്നാണ് സ്മുർണ. സ്മുർണ എന്നറിയപ്പെടുന്ന സ്മിർണ ഓർ ഇപ്പോഴത്തെ ഇസ്മിർ. അവിടെയാണ് സ്മിർണയിലെ ബിഷപ്പായിരുന്ന സെൻറ്റ് പോളികാർപ്പ് ക്രിസ്തുവിന് വേണ്ടി മരണം ഏറ്റുവാങ്ങിയത്. വലിയ തിരക്കൊന്നുമില്ലാതെ വളരെ നീറ്റായി കിടക്കുന്ന സ്ഥലം. ഇനി നിങ്ങൾ അങ്ങോട്ട് നോക്കിയേ, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈവൻ മലകളിൽ പോലും ഈ ഒലിവും തോട്ടങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ പൂത്ത് നിൽക്കായതുകൊണ്ടാണ് അതിൻ്റെ മുകളിലൊരു ചെറിയ വെളുത്ത കളർ പോലെ നമുക്ക് കാണുന്നത്. അതിമനോഹരമാണ് അവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുന്നതാണ് നല്ലത്. എൻ്റെ വീഡിയോ കാണുന്നവരെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതെനിക്കൊരു എൻകറേജ്മെൻറ്റാണ്. പിന്നെ അത് നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണുക. ഇവിടുത്തെ പാറകൾക്ക് പല കളറുണ്ട്. ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. നമ്മൾ അടുത്ത് കാണുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ. ഈ ഫോട്ടോയിൽ കൂടെ അത്ര നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാകണമെന്നില്ല. അപ്പം നല്ല ഭംഗിയാണ് അത് നേരിട്ട് നമ്മൾ കാണുമ്പോൾ. നമ്മുടെ യാത്രയിൽ ഞങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുന്നത് കിലോമീറ്ററുകൾ താണ്ടുന്ന അനുസരിച്ച് ഇവിടുത്തെ ഭൂപ്രകൃതിയും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലയിടത്ത് നിരപ്പും സമതലങ്ങൾ ഒക്കെയാണ്. ഇപ്പോൾ കണ്ടോ, ചെറിയ ചെറിയ ഹില്ലി ഏരിയാസാണ്. ഈ വലിയ ഏരിയകളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കണ്ടിരുന്നു. അപ്പം അവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള മലകളൊക്കെ വെക്കുന്നത്. നമ്മൾ സ്മിർണയിലേക്ക് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യയുടെ പൂന്തോട്ടം എന്നാണ് ഇസ്മിർ അഥവാ സ്മിർണയെ അറിയപ്പെടുന്നത്. മലകൾ, താഴ്വരകൾ, നദികൾ, തടാകങ്ങൾ, കടൽ തീരം എന്നിവയാൽ സമൃദ്ധമാണ് സ്മിർണ. തുർക്കിയിലെ 2ാമത്തെ വലിയ സിറ്റിയാണ്. ഇസ്മിർ ആയത് 1930 ആണ്. അതിനു മുമ്പ് ഇത് സ്മിർണ എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ചരിത്രം നോക്കുമ്പോൾ പല സാമ്രാജ്യ ശക്തികളും ഇവരെ ഭരിച്ചിരുന്നു. കൂടാതെ 1922 സ്മിർണ നഗരം അഗ്നിക്കിരയാക്കപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. ഇസ്മിർ തുർക്കിയിലെ പടിഞ്ഞാറൻ അനറ്റോളിയ മേഖലയിലുള്ള ഒരു മെട്രോപൊളിറ്റൻ പട്ടണമാണ്. ഇസ്താൻബുൾ അതുപോലെ അങ്കാര ഇവ രണ്ടും കഴിഞ്ഞാൽ തുർക്കിയിലെ 3ാമത്തെ ജനസാന്ദ്രതയുള്ള സ്ഥലമാണ് ഇസ്മിർ. നിങ്ങളൊന്ന് നോക്കിയാൽ തന്നെയാണ് എന്തോ ഇൻഡസ്ട്രിയാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ അപ്പുറത്തായിട്ട് അതിൻ്റെ ഒരു കടലിടുക്കുണ്ട് അവിടെ. അതിനപ്പുറത്തായിട്ടാണ് ആ ജനസാന്ദ്രതയുള്ള പട്ടണവും നമ്മൾ കാണുന്നത്. കടലിടുക്കാണോ തടാകമാണോ എന്തോ നമ്മൾ ബസ്സിൻ്റെ സൈഡിലിരുന്ന് നോക്കുമ്പോൾ കാഴ്ച അത്ര വ്യക്തമല്ലായിരുന്നു. എങ്കിലും കണ്ണെടുക്കാൻ തോന്നിയില്ല. അത്രയ്ക്ക് നല്ല വ്യൂ ആണ് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും വളരെ ഡെവലപ്ഡായ ഒരു സിറ്റിയാണ്.
ഫ്ലൈ ഓവറുകളും വളരെ നീറ്റായ സ്ഥലം, കെട്ടിടങ്ങൾ, അതിൻ്റെ പരിസ്ഥിതികളും എല്ലാം അതിനെ മാനിച്ചുകൊണ്ട് അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ എന്ത് ഭംഗിയാണെന്നറിയാമോ. അതാ ഒരേ പാറ്റേണിലുള്ള വീടുകൾ ഞാനിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ എത്ര കണ്ടാലും നമുക്കത് മതി വരില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അത് ക്യാമറ പകർത്തിക്കൊണ്ടിരുന്നു. ഹായ്, എന്തൊരു കാഴ്ചയാണില്ലേ. ഇപ്പോൾ കാണുന്നവർക്കും ഒരു സന്തോഷം തോന്നില്ലേ. ഇതൊക്കെ ഒന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ നിന്ന് ഇപ്പോൾ എൻ്റെ ഉള്ളം തന്നെ തിങ്ങുകയാണിപ്പോൾ. കണ്ടത് മനോഹരം, കാണാനുള്ളതോ അതിമനോഹരം. നിങ്ങൾ കണ്ണെടുക്കാതെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. വളരെ സുന്ദരമായ കാഴ്ചകളാണ് എനിക്ക് കാണാൻ പോകുന്നത്. ഇത്രയും ജനസാന്ദ്രത, അതായത് മുമ്പ് ഞാൻ പറഞ്ഞു, ഇത് തുർക്കിയിലെ 3ാമത്തെ ജനസാന്ദ്രതയുള്ള സ്ഥലമാണ്. ഇത്രയും കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ സ്മിർണയിൽ, അതായത് ഇസ്മിറിൽ എന്തോരം ജനങ്ങൾ താമസമുണ്ടെന്നുള്ളത്. അവിടുത്തെ മോസ്കുകളൊക്കെ കണ്ടോ, നല്ല ഭംഗിയായിരിക്കുന്നത് കാണാൻ. അതിന് നമ്മുടെ നാട്ടിലെ പോലെ കളർ വ്യത്യാസമൊന്നും കൊടുത്തിട്ടില്ല. അത് സാധാരണ ഇതുപോലെ തോന്നി, പക്ഷെങ്കിൽ അത് എടുത്ത് കാണാം, നല്ല ഭംഗിയുള്ളതുമാണ്. മഴ വരുന്നുണ്ടോ? മഴ വീണ് തുടങ്ങിയല്ലോ. ആ സൈഡിൽ മഴ വീണ് തുടങ്ങിയില്ലേ? അവിടെ റോഡിൽ വെള്ളം വീഴുന്നുണ്ട്. മഴ ചാറുന്നു, മഴ ചാറുന്നു. അങ്ങനെ ഇവിടുത്തെ മഴ നമ്മൾ കണ്ടു. ഇന്നലെ രാത്രി പെയ്യുന്ന മഴ നമ്മൾ അറിഞ്ഞില്ല. രാത്രി തിരിഞ്ഞു പോകുന്ന പോലെ ഇല്ല അതുവഴിയാ വന്നത്. ഇവിടുത്തെ ആര്യവേപ്പ് കണ്ടോ, എന്തൊരു വലിയ സൈസ്. ഇതൊരു വലിയ സിറ്റി. അപ്പോ റെയിൻബോ ചെറുതായിട്ട് കണ്ടു തുടങ്ങുന്നു. മഴ കഴിഞ്ഞെന്ന് തോന്നുന്നു. നന്നായി. അയ്യോ, ആ ബിൽഡിംഗ് കണ്ടോ, എന്തോ ഷേപ്പ് അതാ. ആ കാണുന്നത് മോസ്കാണോ സിനഗോഗാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിൽഡിംഗ് ആണോ? ആർക്കിടെക്ചറൽ ഇതിലാണ്, നല്ല ഡിസൈനിലാണ് അത് പണിതിരിക്കുന്നത്. നല്ല ഭംഗിയാണ് അത് കാണാൻ. അത് നോക്കിയിരിക്കാൻ തോന്നും കേട്ടോ. നിങ്ങൾക്കത് സന്തോഷമായിട്ട് തോന്നില്ലേ? നല്ല രസമല്ലേ അത് കാണാൻ. ആ കാണുന്ന ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ട് കേട്ടോ റെയിൽവേ ലൈനും കൂടെ പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് അത് കാഴ്ചയിൽ പെടുന്നുണ്ടോ ആവോ? ഇതെല്ലാം ഫ്ലൈ ഓവേഴ്സാണ്. കുറേ നേരമായി നമ്മൾ ഈ ഫ്ലൈ ഓവറിൻ്റെ പുറത്തായിട്ട്. ഇത് നമ്മൾ വന്ന വഴിയിലെല്ലാം ഉണ്ട്. ആ ബിൽഡിംഗ് പണിയുന്നതേ ഉള്ളൂ കേട്ടോ. പോലല്ലേ ഏത് ആ യെല്ലോ കളർ വരുന്ന ആ മേപ്പിൾ ട്രീ അല്ലേ? ഇതെല്ലാം മേപ്പിൾ ട്രീ ആണ്. നമ്മൾ അമേരിക്കയിലൊക്കെ കാണത്തില്ല യെല്ലോ കളറിൽ ഇങ്ങനെ വരുന്ന. ഞാനത് അന്നേരം തൊട്ട് ഓർക്കുകയും ചെയ്തു. എനിക്ക് ഇതിൻ്റെ പേരറിയത്തില്ലായിരുന്നു. എന്നിട്ട് ഒരു യെല്ലോയും പിന്നെ ഒരു പിങ്കിഷ്. ഈ മേപ്പിൾ ട്രീ വിൻ്റർ സീസണിൽ അതിൻ്റെ കളർ മാറിയിട്ട് നല്ല ഓറഞ്ചും റെഡും കൂടെ ചേർന്നൊരു കളർ. നമ്മൾ സ്മിർണയിലെ ചർച്ചിലേക്ക് അടുക്കുകയാണ്.
കടൽ തീരത്തിനും ഒക്കെ അടുത്തായിട്ടാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിനു മുമ്പായി അവിടെ ഉള്ള ഇപ്പോഴത്തെ ചർച്ച് സെൻറ്റ് പോളികാർപ്പ് ചർച്ചാണ്. അപ്പോൾ നമുക്ക് സെൻറ്റ് പോളികാർപ്പിനെ പറ്റി 2 വാക്ക് പറയണമെന്നുണ്ട്. 2-ാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിലെ സ്മിർനയിൽ മെത്രാനായിരുന്ന സഭാപിതാവായിരുന്നു വിശുദ്ധ പോളികാർപ്പ്. AD 69 ജനനം. AD 155, അതായത് 86-ാമത്തെ വയസ്സിലാണ് രക്തസാക്ഷിത്വം വഹിച്ചത്. പോളികാർപ്പിൻ്റെ രക്തസാക്ഷിത്വ കഥ അനുസരിച്ച് അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി ജീവനോട് ദഹിപ്പിക്കാൻ ശ്രമിക്കുകയും അഗ്നിക്ക് അദ്ദേഹം ഇരയാകുന്നില്ല എന്ന് കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പടയാളി അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുകയായിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. പടയാളികൾ അദ്ദേഹത്തോട് പറഞ്ഞതാണ് ക്രിസ്തുവിനെ ത്യജിച്ച് പറയാനും. എന്നാൽ 86 years I have served Christ, nor has he ever done me any harm. How then could I blaspheme my King who saved me? അതായത് 86 വർഷം ഞാൻ ക്രിസ്തുവിനെ സേവിച്ചു. അവൻ എനിക്ക് ഒരിക്കലും ഒരു ദോഷവും ചെയ്തിട്ടില്ല. എന്നെ രക്ഷിച്ച എൻ്റെ രാജാവിനെ എങ്ങനെ ഞാൻ ദുഷിച്ചു പറയും? അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിയായി ഇന്നും സെൻറ്റ് പോളികാർപ്പിൻ്റെ നാമത്തിലുള്ള കാത്തലിക് ചർച്ച് സ്മിർനയിൽ സ്ഥിതി ചെയ്യുന്നു. ഞങ്ങൾക്ക് ആ പള്ളിയിൽ കയറി കാണാനൊന്നും സാധിച്ചില്ല. അവിടെ മെയിൻ്റനൻസിന് വേണ്ടി താൽക്കാലികമായി അടച്ചിട്ടിരിക്കുമായിരുന്നു. എങ്കിലും പുറത്തു നിന്ന് ചില ക്ലിക്കുകൾ എടുത്തിട്ട് കടന്നു പോരുന്നു. രാവിലെ 8:30 ഞങ്ങൾ ബസ്സിൽ കയറിയതാണ്. ഒരുപാട് യാത്ര ചെയ്തു, ഒരുപാട് കാഴ്ചകളും കണ്ടു. തിരിച്ച് 8:30 അടുത്ത കൂസാദശി എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ. അപ്പോൾ അടുത്തത് ഇനി നമുക്ക് എഫെസോസിൽ കാണാം കേട്ടോ. ബൈ.